പ്രൊഫസർ മോഹനകുമാർ, ഇന്നൊരു ചർച്ച ഡൽഹിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ തമ്മിലുള്ള ഒരു ചർച്ച നടത്തപ്പെടുകയുണ്ടായി. ആ ചർച്ച എത്രമാത്രം ഫലപ്രദമാകുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കോടതിയുടെ ഇടപെടൽ അല്ലെങ്കിൽ കോടതിയിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ കൂടി ഈ ഒരു ചർച്ച എത്രമാത്രം ആവശ്യമാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു കോടതിയിൽ പോയി തന്നെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാരുകൾ, അത് ഇവിടെ പഞ്ചാബ് സർക്കാർ ഇതിനു കോടതിയിൽ പോയി, കർണാടക സർക്കാർ ഇപ്പോൾ ആ പാതയിലേക്കാണ്. ഇങ്ങനെ സംസ്ഥാന സർക്കാരുകളെ കോടതിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനും ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്കും നിരക്കുന്നതല്ല. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ആ ഒഴിവാക്കേണ്ടതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. ഇനി എന്താണ്, ഏതവസ്ഥയിലാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നത് എന്നും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണഘടനാ പ്രകാരം, ഭരണഘടനയുടെ 293-ാമത്തെ വകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാരുകൾ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുകയും ആ ബഡ്ജറ്റിൽ പറയുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായ റിസോഴ്സസ്, വിഭവങ്ങൾ സമാഹരിക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. കേന്ദ്ര സർക്കാർ ഭരണഘടനാ പ്രകാരം കൊടുക്കുന്ന തുക തികയാതെ വരുമ്പോൾ അത് പൊതുകടമെടുക്കാനുള്ള ഒരു അവകാശം നമ്മുടെ ഭരണഘടന തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. എന്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, 2003 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. അതാണ് FRBM ആക്ട്. ആ FRBM ആക്ട് പറയുന്നത് ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾക്ക് എത്രമാത്രം അവരുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ എത്ര ശതമാനം ഒരു വർഷം കടമെടുക്കാമെന്ന് നിയമം മൂലം നിയന്ത്രിക്കുന്ന ആക്ടിനെയാണ് FRBM ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ട് പ്രകാരം 3% സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 100 രൂപ വരുമാനമുള്ളൊരു സംസ്ഥാനത്തിന് 3 രൂപ അതിന് കടമായിട്ടെടുക്കാം സാമ്പത്തിക പ്രവർത്തനം നടപ്പിലാക്കാൻ വേണ്ടി. എന്നാൽ 2018 ഈ FRBM ആക്ടിൽ കേന്ദ്ര സർക്കാർ അതിൽ ഭേദഗതി വരുത്തി. ആ ഭേദഗതി വരുത്തിയത് ഒരുപക്ഷെ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നും കേരളത്തിന് വേണ്ടി മാത്രമാണെന്ന് തോന്നും.